ഹായ് ഫ്രണ്ട്സ്, ടെക്വൺ ടെക്നോളജീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഈ കൊറോണ സമയത്ത് ഒരു വീഡിയോ ആയി വന്നത് വേറൊന്നുമല്ല, കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളുമായി പങ്കുവെക്കുക എന്ന് മാത്രമാണ്. എല്ലാവരും വീടുകൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സർക്കാരും അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം നമ്മുടെ നാട്ടിലെത്തിച്ചേർന്നിട്ടുള്ള ഈ ഒരു കൊറോണ വൈറസിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലാണെന്ന് നമുക്കറിയാം. ഇതുപോലെ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഇതിനു വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ COVID-19 എന്ന് പറയുന്ന വൈറസ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ശ്വാസകോശത്തിനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം എടുക്കുന്നതിലുള്ള പ്രയാസമാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ശ്വാസതടസ്സം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെൻ്റാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. എന്നാൽ പല രാജ്യങ്ങളിലും രോഗികൾക്ക് വേണ്ട അളവിലുള്ള വെന്റിലേറ്റർ സൗകര്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട്, നമ്മുടെ ഇന്ത്യയിലടക്കം. ആ ഒരു സമയത്ത് ഇതിന് പരിഹാരമായിട്ട് പല മെഡിക്കൽ പ്രൊഫഷണൽസും അതുപോലെ എൻജിനീയേഴ്സും പല സംവിധാനങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി പരിചയപ്പെടുത്തിയിരുന്നു. COVID-19 മെഡിക്കൽ സപ്ലൈസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള മെഡിക്കൽ അതുപോലെ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇതിലൂടെ വന്ന പല ഡിസൈനുകളുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമ്മൾ ഈ കാണുന്ന സാധനമാണ് ആംബ്യൂ ബാഗ്. ഇതെന്താണെന്ന് വെച്ചാൽ മാനുവൽ വെന്റിലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെൻ്റാണ്. നമ്മുടെ മുഖത്ത് ഈ ഒരു എക്യുപ്മെൻറ്റ് വെച്ചതിന് ശേഷം കൈകൊണ്ട് ഈ ഒരു ബാഗിനെ പ്രസ് ചെയ്തുകൊണ്ട് ശ്വാസം എടുക്കുന്നതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാനുവൽ വെന്റിലേറ്റർ സിസ്റ്റമാണ്. എന്നാൽ ഈ ഒരു മാനുവൽ വെന്റിലേഷൻ സിസ്റ്റത്തിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാക്കി മാറ്റുന്ന പല ഡിസൈനുകളുമാണ് ഇന്ന് ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ ഷെയർ ചെയ്ത് വന്നിരിക്കുന്നത്. MIT പോലും ഇതിനുള്ള ഡിസൈൻസ് പുറത്ത് ഇറക്കിയിട്ടുണ്ട്. അതായത് കുറഞ്ഞ ചെലവിൽ ഈ ആംബ്യൂ ബാഗും അതുപോലെ നമ്മുടെ സ്റ്റെപ്പർ മോട്ടർ, അഡിനോ ബോർഡ് തുടങ്ങിയ ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് പല പ്രൊഫഷണൽസും. ഈ ആംബ്യൂ ബാഗിനെ എങ്ങനെയാണ് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കാസർഗോഡുള്ള ഒരു സാറ് വിശദീകരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് ഞങ്ങളുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് വാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. കൊറോണ രോഗികൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തും ഇതുപോലുള്ള ഉപകരണങ്ങളുടെ ആവശ്യം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് ഏകദേശം സക്സസ് ആയിട്ടുണ്ടെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു വെന്റിലേഷൻ സിസ്റ്റവും നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ തക്ക രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഉപകരണത്തിനെ പറ്റി നിങ്ങൾ കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ പല സാഹചര്യത്തിലും നമ്മളിൽ പലർക്കും ഇതുപോലുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ പങ്കാളിയാകാൻ പറ്റും. നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ സപ്പോർട്ടോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ഉപകരണം നിർമ്മിച്ച് കാണിച്ചു തരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നടക്കില്ല. കാരണം എല്ലാവർക്കും അറിയാം, എല്ലാവരോടും വീടുകളിൽ തന്നെ കഴിയാനാണ് നമ്മുടെ സർക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളും നമ്മൾ വാങ്ങുന്നതിന് വേണ്ടി പുറത്തേക്ക് പോകുന്നത് അഭികാമ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ 3D പ്രിൻ്റ് ചെയ്തെടുത്ത ഈ ഒരു വാൽവ് നമ്മുടെ ഇപ്പോഴുള്ള വെന്റിലേഷൻ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കുറേ രോഗികളിലേക്ക് അതിൻ്റെ ഇൻപുട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് 3D പ്രിൻ്റ് ചെയ്തെടുത്ത ഒരു വാൽവാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള പല സാധനങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയതുപോലെയുള്ള മാസ്ക്, അതുപോലെ ഷീൽഡ്, ഇങ്ങനെ പല സാധനങ്ങളുടെയും STL ഫയലുകളൊക്കെ ആ ഒരു ഓപ്പൺ സോഴ്സിൽ നമുക്ക് ലഭിക്കും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ 3D പ്രിൻ്റർ ഉള്ളവരൊക്കെ ആ ഒരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഒന്നുകൂടി ഈ വീഡിയോയുടെ അടിയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫയലുകളെല്ലാം പ്രിൻ്റ് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകാൻ നോക്കുക. ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകളുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ദിസ് ഈസ് മീ റാഷിദ് ഫ്രം ടെക്വൺ ടെക്നോളജീസ്.